പേജ് നമ്പർ 100-ലെ ഒന്നാമത്തെ ചോദ്യമാണ്. അതിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ ആ കണക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ചോദ്യം നേരത്തെ വായിച്ചിട്ടുണ്ട്. സന്ദീപിൻ്റെ കണക്കായിരുന്നു. സന്ദീപിൻ്റെ കണക്കിൽ സന്ദീപ് ഈ 25,000 25,000 രൂപയാണ് ബാങ്കിലിട്ടത്. കിട്ടുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 8% ആണ്. 2 വർഷത്തേക്കാണ് ഇട്ടിട്ടുള്ളത് അല്ലേ? 2 വർഷം കഴിയുമ്പോൾ എത്ര കിട്ടുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 വർഷത്തേക്കല്ലേ ഇട്ടിട്ടുള്ളത് അല്ലേ? ഇക്വേഷൻ ഇതാണ്. CI ഈക്വൽ ടു P ഇൻറ്റു 100 പ്ലസ് R/100 ഓൾ റേസ് ടു n. എങ്ങനെയാണ് ഇതിനകത്ത് P എന്ന് പറയുന്നത് എന്താ നോക്കുക. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്. എത്രയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? 25,000 ആണ് ആദ്യം ഉണ്ടായിരുന്നത്. R എന്ന് പറയുന്നത് എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ പലിശ നിരക്ക് എത്രയാണ്? എത്രയാ? 8% അല്ലേ? എത്ര വർഷത്തേക്കാണ് ഇട്ടത്? 2 വർഷത്തേക്കാണ് ഇട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നേരെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി അല്ലേ? ഇക്വേഷനിലേക്ക് കൊടുക്കുന്നത് P എന്ന് പറയുന്നത് 25,000 ആണ്. 25,000 ഇൻറ്റു ബ്രാക്കറ്റിൽ 100 പ്ലസ് 100 കൂട്ടണം R 8/100 ഓൾ റേസ് ടു n എന്ന് പറയുന്നത് 2 തന്നെയാണ് അല്ലേ? 25,000 ഇൻറ്റു 100 പ്ലസ് 8 100 ആയി 100 കൂട്ടണം 8 108/100 ഹോൾ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ 25,000 ഇൻറ്റു 108 സ്ക്വയർ ബൈ 100 സ്ക്വയർ 108 സ്ക്വയർ ബൈ 100 സ്ക്വയർ എഴുതിക്കൂടെ? അടുത്ത സ്റ്റെപ്പില് 25,000 ഇൻറ്റു 108ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 108 ഗുണിക്കണം 108 എന്ന് നമുക്ക് എഴുതാം. ബൈ 100 ഗുണിക്കണം 100 എന്ന് എഴുതാലോ. ഇവിടെ 2 0, ഇവിടെ 2 0, ഇവിടെ 2 0 ഉണ്ട്. ഇവിടുത്തെ ഒരു 0 ക്യാൻസൽ ആക്കി, ഇവിടുത്തെ ഒരു 0 ക്യാൻസൽ ആക്കി. നോക്കിക്കോ. അടുത്ത സ്റ്റെപ്പിൽ 25 ഇൻറ്റു 108 ഇൻറ്റു 108/10 എന്നാണ് ഉള്ളത്. ഇങ്ങനെയുള്ളത് ഇതിനെ പരസ്പരം ഗുണിച്ചിട്ട് 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ആൻസർ വരുന്നത് 29,160 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. നിങ്ങൾ ഗുണിച്ച് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഗുണിക്കൽ കൃത്യമായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല, കൃത്യമായിട്ട് നമ്മുടെ ആൻസർ കിട്ടും.